അല്ല ഗൈസ്, രേണുസുധിയുടെ ബാർ ഡാൻസ് ആണ് പുതിയ വിവാദ വിഷയം. ഗൈസ്, രേണുസുധി ഗൾഫിൽ പോയി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന്, എന്താ പാപ്പിലീന എന്തൊരു സാധനം, റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന്. അപ്പോൾ 25-ാം തീയതിയാണ് പോയത്. അവിടെ പോയിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. റെസ്റ്റോറൻറ്റിൻ്റെ അടിപൊളിയായി. അതിനുശേഷം അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്തു, അവർ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഡാൻസൊക്കെ അടിപൊളിയാണ്. സംഭവം അതൊരു ബാറായിരുന്നു. ബാറിലാണ് രേണുസുധി ഡാൻസ് കളിക്കുന്നത്. ഇത് രായപ്പന് കുരുപൊട്ടി. ഇത്രയും തരം താണ രീതിയിലൊരു ഡാൻസ്, അടിച്ച് കോണ് തിരിഞ്ഞിരിക്കുന്ന കുറേ കള്ളുകുടിയന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇപ്പുറത്തൊരുത്തി പാട്ട് പാടുന്നു, ഇപ്പുറത്ത് വേറൊരുത്തൻ പാട്ട് പാടുന്നു, ഇവള് ഡിങ്കോൾഫിക്കേഷൻ ഡാൻസ് കളിക്കുന്നു. ഇത്രയും അത് പതിച്ച് പോകാൻ പാടുണ്ടോ? തരം താണു പോകാൻ പാടുണ്ടോ എന്നാണ് രായപ്പൻ്റെ കൺസേൺ. ഗൈസ്, ഇവനാണല്ലോ ചെലവിന് കൊടുക്കണത്. രായപ്പനാണോ ചെലവിന് കൊടുക്കണത്? അവരവിടെ ഉദ്ഘാടനത്തിന് പോയർക്കാണ്. അവർക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ടാവും. അവരെ ഉദ്ഘാടനം ചെയ്തു. ഒരു ബാറിൻ്റെ ഉദ്ഘാടനം കൂടി ചിലപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ടുണ്ടായിരിക്കും. അതിനവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അവരവിടെ പോയി. അവരുടെ അവകാശം, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടം. ഇനി ഇവനാണോ ചെലവിന് കൊടുക്കണത്? പിന്നെ ഇപ്പം വിചാരിക്കണ പോലെ രേണുസുധി ജീവിക്കണം എന്നാണോ? എന്താ ഉദ്ദേശിക്കണത്? അവൻ്റെ വീഡിയോ ഓണേനെ കുറിച്ചൊക്കെ പറയണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവൻ്റെ കൺസേൺസ് നോക്കോ. ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അക്ഷാബ് ഞാൻ കണ്ട് ഞെട്ടിയെന്ന് മാത്രമല്ല, ഇത്രയും അകപ്പതിച്ചു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇത്രയും അകപ്പതിച്ചു പോയോ? ഒരു കാര്യം പറയട്ടെ, ഓളോടെ പോയിട്ട് ഡാൻസ് കളിക്കണത് ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്തുക്കളുടെ, ഇങ്ങനെയുള്ള കുറച്ച് മഹാന്മാരില്ലേ, കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഇവന്മാരുടെ ഇടയിൽ നിന്ന് പോയിട്ട് അവിടെ പോയി ഡാൻസ് കളിക്കണത് ഇവന്മാരുടെ ഇടയിൽ ജീവിക്കണേക്കാൾ ബെറ്ററാണ്. അവിടെ എന്തായാലും പച്ചക്ക് തിന്നണമാതിരി ഒന്നും അവർ കാണിക്കൂല. ഇവന്മാരല്ല ചെയ്തത്, മാന്തി തിന്നിയായിരുന്നു ഒരാളെ തന്നെ എന്ന് തോന്നിപ്പോയി. ഞാൻ അവിടുത്തെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, മദ്യപാനികളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം അത്രയും അതപ്പതിച്ചു പോയോ? ഈ മദ്യപാനികൾ എന്ന് പറയുന്ന അവിടെ ഇല്ലേ, അവർ മഞ്ചരാണ്. അവർ അവളെ കയറി പിടിക്കണതോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണോ ഒന്നും ചെയ്യണില്ല. ഇവിടെ അവന്മാർ അവളൊന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ, ചാടിയിട്ടുണ്ടെങ്കിൽ, തലകുത്തി മാറിയിട്ടുണ്ടെങ്കിൽ, കുളിച്ചിട്ടുണ്ടെങ്കിൽ, കുളിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, നോക്കിയിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ, ചിരിച്ചിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അവന്മാർക്ക് പ്രശ്നമായിരുന്നു. ഇവന്മാരൊക്കെ ബെറ്ററാണ് അവിടെ ഇയാൾ പറഞ്ഞ കള്ളുകുടിയന്മാർ എന്ന് പറഞ്ഞ മനുഷ്യന്മാർ. അയ്യോ, അതെങ്ങനെ ബാർ ഡാൻസറായിട്ട് ഒന്നാമത്തെ ബാർ ഡാൻസർ ആയോ ഓളി രേണുസുധി? രേണുസുധി അവിടെ പോയിട്ട് ബാറിൽ ഡാൻസ് കളിച്ചു, അതാണ് ഇയാളുടെ വിഷയം. ഇനിയിപ്പോൾ അങ്ങനെ ആയി വിചാരിക്കും, അത് ഇവർക്ക് ഇതിന് മാത്രം പ്രശ്നമാണോ? ഇങ്ങനെ ബാറിൽ ഡാൻസ് ചെയ്യണ പോലെ സിനിമയിൽ അഭിനയിച്ച ടീംസ് ഇല്ലേ? ഉണ്ടല്ലോ. വിദ്യാബാല അഭിനയിച്ചിട്ട് പോകുന്നുണ്ട് കേസ്. അങ്ങനെ കുറേ പേരുണ്ട് സിനിമയിലൊക്കെ, എത്ര സീനുകളിൽ അങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ജോലിയാണ്. ഇവരൊരു മോഡലാണ്. ഇവരെ ഇനോഗ്രേഷൻ വിളിക്കണു, ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും, ഇവർ ഡാൻസ് കളിക്കണു. അതെ, എവിടെ എന്താണ് സ്ട്രീറ്റ് ഡാൻസേഴ്സ് ഉണ്ട് ഇല്ലേ? മാജിക് സ്ട്രീറ്റിൽ, തെരുവിൽ മാജിക് കാണിക്കുന്ന ആളുകളുണ്ട്. കഥാപ്രസംഗം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗം അല്ല, അങ്ങനെ പല രീതിയിൽ സംഗതികൾ ചെയ്യുന്ന ആളുകളുണ്ട്. തെരുവിൽ നിന്നിട്ട് ഇല്ലേ ഡാൻസ് കളിക്കുന്നവരുണ്ട്. അതേപോലെ ഓടക്കൊള്ളി വായിക്കണവരുണ്ട്, ഗിറ്റാർ വായിക്കണവരുണ്ട്, പിയാനോ വായിക്കണവരൊക്കെ ഉണ്ട്. ഇയാൾ ഏത് ലോകത്താണ്? ഇയാൾ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ലോകം വിചാരിച്ചിട്ട് ഇരിക്കുമ്പോൾ ഈ നാറുതരം കാണിക്കുമ്പോഴുള്ള പ്രശ്നമാണിത്. ഷീസ് എൻ ആർട്ടിസ്റ്റ്. അവർ ഡാൻസ് കളിക്കേ, പാട്ട് പാട്, എന്തോ ചെയ്യട്ടെ. അത് കാണാനും കേൾക്കാനും ആൾക്കാരുണ്ട്, അത്രയേ ഉള്ളൂ. അതന്നെ സംഭവം. വേറൊരാളുടെ അവകാശത്തിൽ ഒരു എന്താ പറയുക, ഇഷ്ടത്തിലൊക്കെ കയറി കൈകടത്താൻ ഈ നാറി ആരാണ്? കഥ മനസ്സിലാവാത്തത്. രണാസുന ഈ ചെങ്ങായി ഇങ്ങനെ പറയണ്ടല്ലേ. അപ്പോൾ അവൻ നമുക്ക് രായപ്പെന്ന് വിളിക്കാത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ നല്ലവനായ ഉണ്ണിയാവണ പരിപാടി നിർത്തിയിട്ട് അതുകൊണ്ട് കാര്യമില്ല. പീപ്പിൾ പ്ലീസിങ് ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഈ നാറി രായപ്പന് സഹിക്കണില്ല രേണുസുധി ഡാൻസ് കളിക്കുന്നത്. നല്ലവനായ ഉണ്ണിയാവുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, അവന് മാതൃകാ പുരുഷോത്തമനോ അല്ലെങ്കിൽ എന്താ പിന്നെ പറയുക, സദാചാര കുലീനൻ. ഞാൻ ആദ്യം കരുതിയത് ഈ പറഞ്ഞതുപോലെ വല്ല റെസ്റ്റോറന്റ് ഒക്കെ ആയിരിക്കുന്ന. അപ്പൊ ഇവര് പറഞ്ഞു നോക്കിയപ്പോൾ കറക്റ്റ് ഇവിടെ തന്നെയാണ്, ഇതിനു വേണ്ടി തന്നെയാണ് പോയത്. അവരെ ഒരു ബാർ ഡാൻസർ ആയിട്ടാണ് വിളിച്ചത്. അത് കളിക്കാൻ വേണ്ടിയിട്ട് ഇവനോട് പറഞ്ഞു ബാർ ഡാൻസർ ആയിട്ടാണ് വിളിച്ചതെന്ന്. ബാർ ഡാൻസർ ആയിട്ടാണ് വിളിച്ചതെന്ന് ഓനോട് പറഞ്ഞു. അവിടെ ഓരോരുത്തർ അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടോ? അതായത് നമ്മള് ബാറിലൊക്കെ വലിയ വലിയ ബാറിലൊക്കെ കുടിക്കാൻ പോകുമ്പോൾ
കഴിക്കാൻ പോകുമ്പോൾ ഈ ഫ്രണ്ടിൽ വന്ന് കുറെ ക്യാമറ ഡാൻസ് കളിക്കുന്ന അവരൊക്കെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ക്യാമറ ഡാൻസ് അത് കളിക്കുന്നത് തന്നെയാണല്ലോ പറഞ്ഞു വന്നത്. പിന്നെന്താ അതല്ല പറഞ്ഞു വന്നത്, ഇവൻ അതന്നെ പറഞ്ഞു വന്നത്, അത് വെച്ചിട്ട് തന്നെ സംസാരിക്കണത്. കളിക്കും. കുറെ പേര് ക്യാഷിന് വേണ്ടി വേറെ പലതും ചെയ്യും. അവര് ക്യാഷ് കൊടുക്കുമ്പോൾ അവര് പലതും പിന്നീട് ഇവരുടെ ക്യാപ്ഷൻ തന്നെ എങ്ങനെയാണ്, നാണമില്ലേ രണസുന ബാറിൽ പോയി ഡാൻസ് കളിക്കാന്ന്, എന്നിട്ട് പറഞ്ഞു അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതെന്ന്. ഡാൻസ് കളിക്കും. ആ രീതിയിലേക്ക് തരംതാഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന രണാസുന വന്ന് പെട്ടല്ലോ എന്ന് എനിക്കൊരു വിഷമവും ഒരു പുച്ഛം തോന്നുന്നുണ്ട്. അവന് വിഷമമുണ്ട്, പുച്ഛമുണ്ട്. വിഷമം ഉണ്ടെങ്കിൽ നാറി കൊടുക്കട്ടെ കാശി അവർക്ക് ജീവിക്കാൻ. മാസം ഒരു 50,000 ഉറുപ്പ്യ വെച്ചിട്ട് ഓൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടുന്ന പൈസ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയുടെ വർത്താനൊക്കെ കുറേയൊക്കെ ആയിട്ട് കേൾക്കാം അല്ലേ? എന്നാലും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും കുറേ കേൾക്കും. ഒന്ന് പരിഗണിക്കുകയും ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന്. ഇവനല്ലല്ലോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത്. പിന്നെ ഇവൻ്റെ വർത്താനം കേൾക്കേണ്ട കാര്യം എന്താണ്? ഇവനാരാണ്? ഇവരാണോ കോടതി? ഈ പെണ്ണിനെ ഇതിന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് ഇങ്ങനെ തന്നെയാണോ? എന്തു പറഞ്ഞാലും എന്തു സംഭവിച്ചു ഇതിനെയും ഈ പറയുന്ന ന്യായീകരിച്ചുള്ള കൊള്ളാൻ വേണം, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ഉണ്ട്. ഈ പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ആരും കാണത്തില്ല. ഇത് ചെയ്തത് ഈ തെറ്റാണ്, ഇത് റോങ് ആണ്, ഇത് പുറത്ത് എങ്ങനെ പ്രതിഫലിക്കും, ആൾക്കാർ ഇതെങ്ങനെ കാണും, താങ്കളെ ഇഷ്ടപ്പെടുന്നവർ, താങ്കളുടെ മക്കൾ, കിച്ചു ആയിക്കോട്ടെ, പ്രായപൂർത്തിയായ കിച്ചുവിന്റെ അടുത്ത് പറയുകയാണ് തന്റെ അമ്മ ബാറിൽ ഡാൻസറായിട്ട് നിന്ന് മദ്യപിച്ച് കൂത്താടി നിൽക്കുന്നവന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കിച്ചുവിനുണ്ടാകുന്ന അതൊക്കെ ചിന്തിക്കണ്ടേ? കിച്ചു ഇവനെ പോലെ ഊളയല്ല. കിച്ചു ക്രിയേറ്റീവായ ഒരു മനുഷ്യനാണ്. അപ്പം അവനത് മനസ്സിലാവും എന്താണ് അതിൻ്റെ ആ ഒരു സെൻസ്, എന്താ ഏത് സെൻസിൽ അത് എടുക്കണമെന്ന്. ഇവൻ മരയൂളയാണ്. അപ്പം എന്താ വെച്ചാൽ ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറഞ്ഞു തരാൻ ആള് കാണില്ല. അവര് നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇനിയും ക്യാഷ് കിട്ടുന്ന പല പല ജോലികളുണ്ട്, പല പല തൊഴിലുകളുണ്ട്. അതൊക്കെ ചെയ്യാം എന്നുള്ളതാണോ? ചെയ്യും. അതിനിപ്പോൾ ഓനെന്താ? അല്ലെങ്കിൽ ഓൻ ജോലി കൊടുക്കട്ടെ. ഓൻ്റെ യൂട്യൂബ് ചാനലിൽ 10 വീഡിയോ ഓൾ ചെയ്ത് കൊടുക്കാം. ഓൾക്ക് ആങ്കറിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും രേണുസുതിക്ക്. എന്നിട്ട് ഇപ്പോൾ അതിന് കാശ് കൊടുക്കട്ടെ. എത്രയും യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ ഗസ്റ്റായിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് അവരായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതോ, അതേപോലെ തന്നെ അല്ലെങ്കിൽ രേണുസുതിന് ഇൻ്റർവ്യൂ ആയിട്ട് അയച്ചെങ്കിൽ എന്നിട്ട് ഒരു 10,000-25,000 ഉറുപ്പ്യ കൊടുക്കട്ടെ. മാസത്തിൽ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ട് കൊടുക്കാമല്ലോ. എന്നാൽ ഇയാൾക്കും കാശുണ്ടാക്കാൻ രേണുസുതിക്കും പൈസ കിട്ടും. അല്ലെങ്കിൽ രേണുസുതിനെ ആങ്കറായിട്ട് ഇയാളുടെ ചാനൽ വെച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് വേറൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ സംഗതി ചെയ്യാം. ഒക്കെ ചെയ്യാമല്ലോ. ഇയാളങ്ങനെ കാശ് കൊടുക്കട്ടെ. വളരെ മോശം, വളരെ ദയനീയം, വളരെ വൃത്തികേട്. ഇത്രയും തരം പോകരുത്. ഇവിടെ നിന്ന് മാന്യമായിട്ട് നിങ്ങൾ ഒരു പെണ്ണിനെ രണാസുന എന്നൊക്കെ പറഞ്ഞിട്ട്, സുന എന്ന് പറയുന്ന സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ? ഇങ്ങനെ നാറിപ്പേരും വിളിച്ചിട്ടുണ്ട് തുടക്കം മുതലേ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണം. ഇവൻ ഡീസൻ്റ് ആണല്ലോ. ഇവൻ രേണുസുതിയാണ് വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണ ആള് അല്ലേ? ഈ പറയുന്ന റീൽസോ ഈ പറയുന്ന ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അതൊക്കെ കളഞ്ഞിട്ട് ദുബായ് എന്ന് കേട്ടപ്പോൾ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നാറി മരയുള്ള തുടക്കത്തിലേ പറഞ്ഞായിരുന്നത്. ഇവരെ വീഡിയോസൊക്കെ അറിയേണ്ടതല്ലേ? ഇവർ അതിലൊക്കെ ഒക്കെ പരതറികളാണ്. ഇവന്മാർ എന്തോ റീല് കണ്ടില്ലേ, ഡാൻസ് കണ്ടില്ലേ, തുള്ളൽ കണ്ടില്ലേ, അങ്ങനെ ഇടുപ്പ് കുലുക്കട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമായിരുന്നു. ഇപ്പോൾ റീൽസ് ചെയ്തപ്പോൾ പ്രശ്നമില്ലാതാണ് ഇപ്പോൾ പറയണത്. ഓടിപ്പോയതാണല്ലേ. എന്ത് ഞാൻ ചെയ്യാന്നുള്ള ഒരു ഇതാണ്. ഇവ എന്ത് വേണോ ഞാൻ ചെയ്യാം, ഫാഷന് വേണ്ടിയിട്ട് എന്ത് വേണോ ഞാൻ ചെയ്യാം എന്നൊരു ലെവലിലേക്ക് രണാസുന തരം താഴ്ന്നു പോയി. രേണുസുതിയുടെ തന്തയെന്നല്ലല്ലോ ബൻ ആ രീതിയിലൊക്കെ സംസാരിക്കണം. ഞാൻ പറയുന്ന പോലെ ഇജ്ജ് കേൾക്കണം, ഞാൻ പറയുന്ന പോലെ ഇജ്ജ് ജീവിക്കണം എന്നൊക്കെ ചാടിയാണ് തോന്നുന്നത്. ബൻ ആരാണ്? ഇനിയിപ്പോ എന്ത് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതെന്റെ ഇഷ്ടം. ഞാൻ ചിലപ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും എന്നൊക്കെ പറയുമായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ആരാധിക്കുന്ന ആരാധകരാണ് ഒരു പരിധി വരെ ഈ ഒരു ലെവലിലേക്ക്. ഇത് ആരാധകരല്ല സുഹൃത്തെ. ഞാൻ തോന്നുന്നുണ്ടോ രേണുസുതിര ആരാധകൻ? ഞാൻ രേണുസുതിര ആരാധകനെന്നല്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ജീവിക്കാൻ വേണ്ടി അവരവരുടേതായ രീതിയിൽ അവരുടേതായ കഴിവുകളൊക്കെ വെച്ചിട്ട് ജീവിക്കുകയാണ്. അവരുടേതായ ജീവിതം അല്ലേ, അവരുടേതായ കാര്യങ്ങളും ഒക്കെ ഷോക്കേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിന് ഇവന്മാർക്ക് എന്താണ് പ്രശ്നം? മനുഷ്യൻ്റെ അവകാശം അല്ലേ, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികൾ, ഇതിനൊക്കെ ചോയ്സ്, ഇതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കൂലേ? ഒരു സോഷ്യലി അവെയറായിട്ടുള്ള ഒരു സാമൂഹ്യബോധമുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ? അതായത് വേറൊരാളുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ചോയ്സ്, അവരുടെ ഡിസിഷൻസ്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു മനസ്സ്, ഇതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കൂലേ? ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൺഗ്രാജുലേറ്റ് ചെയ്യും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ നല്ല കാര്യമാണ് എന്ന് എടുക്കും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവന്മാർ കുറച്ച് സമ്മതിക്കൂല.
ഇവന്മാർ സമ്മതിക്കൂല, അതാണ് അവസ്ഥ. രണാസനെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ പറയും. ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം, പറയുന്ന കള്ളങ്ങൾക്കെല്ലാം അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. എന്ത് ചെയ്താലും ന്യായീകരണം. അവരുടെ കാലത്ത് കള്ളമാണ്, ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാനായിട്ട് ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന ആരുമില്ല അതിനകത്ത്. ഇതിനെ കൊണ്ടൊരു കോമാളി വേഷം കെട്ടി അതുവഴി അവർക്ക് വ്യൂസ് ഉണ്ടാക്കുക, അതുവഴി അവർക്ക് പണം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. അവരത് സാധിച്ചെടുക്കുന്നു. ഇത് എത്ര കാലം പോകും? കുറച്ചു ദൂരം പോകും. ഇപ്പൊ തന്നെ റീച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റീച്ച് തരം അങ്ങായി. ഇനി എന്ത് ചെയ്യും? ഇതൊന്നും കാണത്തില്ല. ഇതൊന്നും കാണാതെ വരുമ്പോൾ വീണ്ടും ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ട്രോമയിലേക്ക് തിരിച്ചു വരും. എന്നിപ്പോ ആരും മനസ്സിലാക്കുന്നില്ല. അവിടെ സിൽക്ക് സ്മിതയുടെ പഴയ കഥയുണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് പോയി. പ്രശസ്തി ഇതുപോലെ ബാർ ഡാൻസറൊക്കെ ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു? പ്രശസ്തിയുടെ എനിക്കൊന്ന് പ്രശസ്തി ആയതിനു ശേഷമാണ് ബാർ ഡാൻസറൊക്കെ ആണ്. അങ്ങനെ തോന്നുന്ന കഥ. അവസാനം ആരും ഇല്ലാതെ, ആരും തിരിച്ചറിയാൻ, ഒരു വർക്കിന് പോലും ആരും വിളിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൊണ്ട് വലിയൊരു ട്രോമയിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും വിവേകമായിട്ട് ബുദ്ധിപൂർവം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. താങ്കൾ ചെയ്യുന്നത് എന്താണ്? സമൂഹത്തിന് മുന്നിലേക്ക് ഇത് എങ്ങനെ പ്രൊജക്ട് ചെയ്യും? ഒരു ബാർ ഡാൻസറായിട്ട് മദ്യപിക്കാൻ വരുന്നവരുടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ, എന്റെ ഈ ഒരു തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ, കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകര് രണ്ടും കൈയും നീട്ടി സ്വീകരിക്കും എന്നാണോ? അതല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും എനിക്ക് ജീവിച്ചാൽ മതി എന്നാണ് താങ്കളുടെ ആഗ്രഹമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എങ്കിലും നമ്മളൊരു റിവ്യൂവർ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ചെയ്യുന്ന ചാനൽ എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എത്രയെന്നും പറഞ്ഞ് മാമൂടിയിരിക്കും. നമുക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നു. എന്റെ അഭിപ്രായം ഇതാണ്. വളരെ വൃത്തികെട്ട ഒരു ആക്ട് ആയിപ്പോയി ഇത്. ഒരു കാര്യം ആലോചിക്കട്ടോ, ഇത് എന്തുപോലെ ഒന്നറിയോ? ഇവനാണ് ഒരു വീടിൻ്റെ തന്ത, ഇവനാണ് അതിൻ്റെ മെയിൻ ആൾ. ഇവൻ തീരുമാനിക്കുന്ന പോലെ രേണുസുതി ജീവിക്കണം. രേണുസുതി എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു അടിമയാണ്. ഇവനാണ് നിയമങ്ങൾ ഉണ്ടാക്കണത്. ഇവൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കണം. ഈ ഒരു അങ്ങനെ രീതിയിലൊക്കെ ചിന്തിക്കണമെന്ന് തോന്നുന്നു. വേറെല്ലോനാണെങ്കിൽ ഇവൻ്റെയൊക്കെ ചെകിട്ടത്ത് തല്ലിയിട്ടുണ്ടാവും. ഉള്ള കാര്യം പറയാലോ. മുമ്പ് അറിയണതാണ്, പലരും യൂട്യൂബിലൊരു വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് മറ്റേ മശോ ഇക്കലും തല്ലലും ഒക്കെ ഉണ്ടായില്ലേ. അപ്പോൾ രേണുസുതി അത് ചെയ്യാത്തതുകൊണ്ടാണ് ഉപമാരിക്ക് വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വരണത്. അല്ല, ഇങ്ങനെ തല്ലണം നല്ലട്ടോ പറഞ്ഞു തരുന്നത്, അതല്ല പറഞ്ഞു തരുന്നത്. ഇവിടെ സംഭവം എന്താ വെച്ചാൽ, ചിലപ്പോൾ അങ്ങനെ അടി കൊള്ളേണ്ട ഒരു ലെവലിലേക്ക് ഉപമാരി എത്തിക്കും തോന്നുന്നു കാര്യങ്ങൾ. രേണുസുതിയുടെ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ കൈസേ ഉള്ള കാര്യം പറയാലോ, കളിയുടെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താ ചെയ്യുക? ഇവനാണല്ലോ കോടതി, ഇവനാണ് എല്ലാം തീരുമാനിക്കുന്ന ഒരാൾ. നാറി.